ഹലോ, വെൽക്കം ബാക്ക് കുഞ്ചൂസ് ഡ്രീം വേൾഡ്. അപ്പം നമുക്ക് മുഖവരിയൊന്നുമില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ബാ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നൈറ്റ് ഡിന്നറാണ് കേട്ടോ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തുറക്കാനും കിട്ടുന്നില്ല, കഷ്ടപ്പെട്ട് കേട്ടിട്ട് ഒരു കാസറോൾ നിറച്ചും ഇടിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. എന്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒന്നല്ല കേട്ടോ. അപ്പം ഇന്നത്തെ നമ്മൾ ഡിന്നറാണ് കാണിക്കാൻ വന്നത്. അപ്പം ഞാൻ പൊടീനെ കൊണ്ടാണ് കേട്ടോ, നോർമൽ പൊടി റൊട്ടിപ്പൊടി വാങ്ങൂലേ, അതിനെ കൊണ്ടാണ് ഞാൻ ആക്കിയത്. പിന്നെ കുറച്ച് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതെന്താണെന്നറിയാം, നല്ല ഇരുമ്പ് ചീനിച്ചട്ടിയിൽ വരട്ടിയെടുത്ത തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ബീഫ്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. എന്താ പറയുക, നമ്മൾ അത് ഈ ഡബ്ബ എടുക്കുമ്പോൾ തന്നെ എന്തൊരു കൊതിയാണെന്നറിയാം. ഇതിൻ്റെ കളറ് എൻ്റെ കറുത്ത കളറാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കാണുന്നതാണ് ഇരുമ്പ് ചീൻചട്ടിയിലൊക്കെ വരട്ടി എടുത്തതാണ്. അപ്പം നമുക്ക് ഡിന്നർ കഴിക്കാൻ പോവാം. അപ്പോൾ ഇതാ ഞാൻ സെർവ് ചെയ്യാണ്. നൂൽപുട്ടായതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ ഈ നൂൽപുട്ട് എന്ന് പറയുന്നത്. കടികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നൂൽപുട്ടും പുട്ടുമാണ് കേട്ടോ. പുട്ടും ബാജിക്കറിയാണ് എൻ്റെ ഫേവറേറ്റ്. പക്ഷേ ഇതുവരെ എൻ്റെ വീഡിയോയിൽ ഞാൻ പുട്ടും ബാജിക്കറിയും ഇട്ടിട്ടില്ല. കാരണം എന്താ പറയുക, എൻ്റെ ഓൻ അത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഉണ്ടാക്കാറുമില്ല. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് പുട്ടും ബാജിക്കറിയാണ്. പിന്നെ നൂൽപുട്ടിനപ്പുറം പിന്നെ എന്ത് പോകും കേട്ടോ. അപ്പോൾ ഇതാ ഒരു സൈഡിൽ ഇങ്ങനെ ബീഫ് ഇങ്ങനെ ഞാൻ കോരി ഇടുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മളെ വീട്ടിൽ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണല്ലേ, അപ്പം അമ്മയൊന്നും കഴിക്കില്ല, ഞാനും അനിയനും മാത്രമേ കഴിക്കൂ. അതുകൊണ്ട് തന്നെ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അതിൻ്റെ അതിൻ്റെ ആ ഒരു ഇത് കണ്ട നിങ്ങൾ കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ കഴിക്കാൻ തോന്നില്ല. അടിപൊളി ടേസ്റ്റാണ്. റെസിപ്പിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടണമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് നാളെ തിന്നാന്ന് വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ട് എനിക്ക് മതിയാവുന്നില്ല ഗൈസ്, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒരു 4 ഇടിയപ്പം കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടാൽ നിങ്ങൾ ആ കോമ്പിനേഷൻ നല്ല വെളുത്ത നൂൽപുട്ടും പിന്നെ ഇതും നൂൽപുട്ടെന്നാണ് കേട്ടോ നമ്മൾ പറയില്ല ശരിക്കും. പിന്നെ ഇങ്ങനെ ഇടിയപ്പം കയറി വന്നതെന്നറിയില്ല. കടലക്കറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രാവിലത്തെ കടലക്കറിയാണ് കേട്ടോ. ഇത് എന്താ പറയുക, നല്ല മസാല കടലക്കറിയാണ്. സാധാ തേങ്ങ അരച്ചിട്ടുള്ള കടലക്കറിയല്ല, അരപ്പൊന്നും ചേർക്കാതെ നല്ല മല്ലിച്ചപ്പെല്ലാം കുറേ ഇട്ടിട്ടുള്ള നല്ല ഒരു ബീഫ് കറീൻ്റെ ടേസ്റ്റുള്ളൊരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ കോമ്പിനേഷൻ. അപ്പോൾ ഇതാ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് പോക്കാട്ടോ. അതിനു മുമ്പ് നല്ല സ്പൈസിയാണ്, കുരുമുളകൊക്കെ ഇട്ട് വരട്ടി വെച്ചതായതുകൊണ്ട്. അപ്പോൾ തണുത്ത വെള്ളം എടുക്കണം, മസ്റ്റാണ്, എന്നാലേ തിന്നാൻ പറ്റും. അങ്ങനെ ഇതാ തണുത്ത വെള്ളം എടുത്ത് ഞാൻ നമ്മളെ ഫുഡും എടുത്ത് അരയത്ത് വന്നിരുത്തുന്നുണ്ട്. അപ്പോഴത്തെ ഒരാളാണ് ഇങ്ങനെ ഇടം കണ്ടിട്ട് നോക്കുന്നുണ്ട് എന്താണ് പരിപാടി എന്നല്ലേ. അപ്പം പാവം തോന്നിയിട്ട് ഞാൻ ഒരു പീസ് എടുത്ത് അതിന് കൊടുത്ത്, തിന്നോ എന്നാ നോക്കി മണപ്പിച്ച് വിട്ട് കേട്ടോ. കണ്ടാ അതാ മണപ്പിച്ച് വിട്ട്. അതിനെന്തോ മീനാണെങ്കിൽ ചാടിക്കറി തിന്നേനെ. ചിക്കനും ബീഫ് അങ്ങനത്തെ ഒന്നും തിന്നൂല കേട്ടോ. മീൻ തന്നെ അവരെ ശരണം. മത്തി തിന്നൂല, അയില മാത്രം കേട്ടോ. റിച്ച് പൂച്ചയാണ്. അപ്പോൾ ഇതാ ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങലാണ് കേട്ടോ. ആദ്യം ഒരു കഷ്ണം ബീഫ്. ഈ ഒരു നമ്മൾ ഏറ്റവും ക്ഷമയുള്ള സംഭവമാണ് കേട്ടോ ഈ ഡബ്ബ് ചെയ്യുമ്പോൾ ആ ഒരു കൊതിവിടൽ. പിന്നെ ഒരു കഷ്ണം ഉള്ളിയും ഇതും കൂടി എടുത്തിട്ട് ആദ്യം ഒന്ന് തിന്ന് നോക്കണം. പിന്നെ നിങ്ങൾ വിചാരിക്കും ഇത് മാത്രമേ ഞാൻ തിന്ന് നോക്കിയെന്ന്. അല്ല, ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തിന്നാൻ തുടങ്ങിയതിന് കൈസ് അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇതാ പൂച്ച അങ്ങ് തിന്നാണ്ട് ഇറങ്ങി അങ്ങ് ഓടിയേട്ടാം. ഞാൻ ഇവളെ വണ്ടാരത്തീറ്റിയാന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് പാഞ്ഞായിരിക്കും. അപ്പോൾ ഇതാ ഞാൻ അവിടെ ഇരുന്ന് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ നൂൽപുട്ടും ബീഫൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫും നൂൽപുട്ടൊക്കെ. ബീഫിൻ്റെ കൂടെ പിന്നെ എന്ത് പഴങ്ങഞ്ഞി വരെ ടേസ്റ്റാണ്. എന്നാലും ഇത് അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. തിന്നലാണ് മക്കളെ. അടിപൊളി എന്ന് പറയാൻ വേറെ രക്ഷയില്ല. ഒരു ഉള്ളിയും കൂടെ കടിക്കണം അതിൻ്റെ അപ്പുറം. പിന്നെ തേങ്ങാക്കൊത്ത് എന്ന് പറയുന്നത് ഞാൻ വേവിക്കുമ്പോൾ ഇട്ടാ, വറുത്തിടുമ്പോൾ ഇട്ടിട്ട് നല്ലോണം വരട്ടിയെടുത്തതാണ്. അപ്പോൾ തേങ്ങാക്കൊത്തിൽ അത്യാവശ്യം നല്ല ഉപ്പും മുളകും എരിവൊക്കെ പിടിച്ചിട്ട് അതും കടിക്കുമുണ്ട് ഒരു ടേസ്റ്റ് എത്രയോ. അപ്പോൾ ഞാൻ ചിന്തിച്ചിട്ട് വേവിക്കുമ്പോൾ ഇട്ടാൽ മതിയായിരുന്നു. ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ട്രൈ ചെയ്യാം. പിന്നെ കുറച്ച് കടലക്കറിയുടെ പ്രത്യേകത എന്താ പറയുക, പട്ടാണിക്കടല, സാദാ കടല, മണിക്കടല, പിന്നെ മറ്റേ വെള്ളക്കടല, ഇത് ഈ 3 കടലയും ഇട്ടിട്ടുള്ള കറിയാണ്. എൻ്റെ അമ്മ വെള്ളത്തിലിട്ട് വെച്ചതാണ് പൊതുവെ. പിന്നെ
അത് വേറെ വഴിയില്ലല്ലോ. അപ്പോൾ 3 കൂടി ഇട്ടിട്ടാണ് ഇന്നത്തെ കറി. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ 3 കടലയും ഇട്ടിട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഞാൻ ഇതുവരെ ഏടിയും കേട്ടിട്ടില്ല. സാധാരണ എൻ്റെ അമ്മ ഗ്രീൻ പീസും പിന്നെ അതായത് പട്ടാണിക്കടല ഇതും കൂടി ഇടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.